നിങ്ങൾക്കൊരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ജോലി തുടങ്ങാനിരിക്കുമ്പോൾ മനസ്സ് മറ്റെവിടെയോ പോകുന്നു. ഫോണിൽ സ്ക്രോൾ ചെയ്യുമ്പോഴും സമാധാനമില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോഴും ചിന്തകൾ അവസാനിക്കുന്നില്ല. ഉറങ്ങാൻ കിടന്നാലും മനസ്സ് നിശബ്ദമാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം നമ്മുടെ മനസ്സ് ക്ഷീണിച്ചതുകൊണ്ടല്ല, അത് ക്ലറ്റേർഡ് ആയതുകൊണ്ടാണ്. ഒരലമാരയിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിറഞ്ഞാൽ പുതിയ ഒന്നിനും സ്ഥലമുണ്ടാകില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. പൂർത്തിയാകാത്ത കാര്യങ്ങൾ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയം, കഴിഞ്ഞ കാലത്തെ വിഷമങ്ങൾ, ഇവയെല്ലാം മനസ്സിൽ കെട്ടിക്കിടക്കുമ്പോൾ ജീവിതത്തിൻ്റെ സന്തോഷം പോലും അനുഭവിക്കാൻ കഴിയാതെ പോകും. ഇന്നത്തെ വീഡിയോയിൽ മനസ്സ് എപ്പോഴാണ് ക്ലറ്റേർഡ് ആവുന്നത്, അതെങ്ങനെ ശാന്തമാക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമ്മുടെ മുറി അലങ്കോലമായാൽ നമ്മൾ എന്ത് ചെയ്യും? അനാവശ്യമായ സാധനങ്ങൾ ഒഴിവാക്കും, എല്ലാം അടുക്കി വെക്കും. അപ്പോൾ മുറിക്കൊരു ശാന്തത തോന്നും. പക്ഷേ നമ്മുടെ മനസ്സ് അലങ്കോലമായാൽ അതെങ്ങനെ വൃത്തിയാക്കും? ഇന്ന് പലർക്കും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമുണ്ട്. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. എപ്പോഴും മനസ്സിനൊരു ഭാരം പോലെ. ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. ഇത് മടിയാകണമെന്നില്ല. ഇന്ന് നമ്മുടെ മനസ്സ് എപ്പോഴാണ് ഇങ്ങനെ നിറഞ്ഞു പോകുന്നതെന്നും അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്നും നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാരണം പൂർത്തിയാകാത്ത കാര്യങ്ങൾ മനസ്സിൽ കിടക്കുമ്പോഴാണ്. പൂർത്തിയാകാത്ത ജോലികൾ, പറയാത്ത വാക്കുകൾ, എടുക്കാത്ത തീരുമാനങ്ങൾ, ഇവയെല്ലാം മനസ്സിൽ ഒരു ഭാരമായി കിടക്കും. ഓരോ ദിവസവും അത് കൂടി വരും. അതിനാൽ ചെറിയ ജോലികളെങ്കിലും പൂർത്തിയാക്കാൻ ശ്രമിക്കുക. 2. മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യുമ്പോൾ. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ആരുടെയോ വിജയം, ആരുടെയോ യാത്ര, ആരുടെയോ സന്തോഷം. അപ്പോൾ നമ്മൾ ചോദിക്കും, എനിക്ക് മാത്രം എന്തുകൊണ്ടിങ്ങനെ? ഈ താരതമ്യം മനസ്സിനെ നിറയ്ക്കുന്നത് സന്തോഷം കൊണ്ടല്ല, അപകർഷതാബോധം കൊണ്ടാണ്. 3. എല്ലാ കാര്യത്തിനും അതേ പറയുമ്പോൾ. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവർ പലപ്പോഴും സ്വന്തം മനസ്സിനെ മറക്കും. ചിലപ്പോൾ ഇല്ല എന്ന് പറയുന്നതും ഒരു സെൽഫ് കെയർ ആണ്. ഫോൺ ഒരിക്കലും മാറ്റിവെക്കാത്തപ്പോൾ. രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഉറങ്ങുന്നതിന് മുമ്പ് വരെ ഫോൺ. മനസ്സിന് വിശ്രമമേ കിട്ടുന്നില്ല. ശാന്തത സ്ക്രീനിൽ നിന്ന് ലഭിക്കില്ല. വിശ്രമമില്ലാതെ ഓടുമ്പോൾ തിരക്ക്, ജോലി, ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ വിശ്രമമില്ലാത്ത ജീവിതം ക്ഷീണിച്ച മനസ്സിനെ മാത്രമേ സൃഷ്ടിക്കൂ. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആകെ അലങ്കോലപ്പെട്ടു പോകും. ജീവിതത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളും കഴിയാത്ത കാര്യങ്ങളുമുണ്ട്. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ മനസ്സ് നിറഞ്ഞു പോകും. സ്വയം സമയം നൽകാത്തപ്പോൾ. ദിവസത്തിൽ 10 മിനിറ്റെങ്കിലും സ്വന്തമായി ഇരിക്കാറുണ്ടോ? പലർക്കും ഉത്തരം ഇല്ല എന്നാണ്. സ്വന്തം മനസ്സിനെ കേൾക്കാത്തവർക്ക് അതിനെ മനസ്സിലാക്കാനും കഴിയില്ല. ഇനി നമ്മുടെ മനസ്സ് ശാന്തമാകാൻ ഒരു 5 വഴികൾ ഞാൻ പറയാം. ദിവസവും 10 മിനിറ്റ് നിശബ്ദമായിരിക്കൂ. ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യൂ. മനസ്സിലുള്ള ചിന്തകൾ ഒരു ഡയറിയിൽ എഴുതൂ. ദിവസവും ചെലവഴിക്കൂ. പൂർത്തിയാക്കാൻ കഴിയുന്ന ചെറിയ ജോലികളിൽ നിന്ന് തുടങ്ങൂ. ഓർക്കുക, മനസ്സൊരു മുറി പോലെയാണ്. ആവശ്യമില്ലാത്ത ചിന്തകളും ഭയങ്ങളും താരതമ്യങ്ങളും അനാവശ്യമായ വിവരങ്ങളും അതിൽ നിറച്ചുകൊണ്ടിരുന്നാൽ സന്തോഷത്തിന് അവിടെ ഇടമുണ്ടാകില്ല. ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിനും അല്പം സ്ഥലം കൊടുക്കൂ. നിശബ്ദതയെ സ്വീകരിക്കൂ. കാരണം ശാന്തമായ മനസ്സിലാണ് വ്യക്തമായ
തീരുമാനങ്ങളും മനോഹരമായ ജീവിതവും ജനിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കൂടെ കൂടിക്കോളൂ. അടുത്ത വിഷയവുമായി നാളെ വീണ്ടും കാണാം.